ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഓഗസ്റ്റ് 9 ഇന്ന് ലോക ആദിവാസി ദിനം. മനുഷ്യവംശം പിറവിയെടുത്തത് ആഫ്രിക്കയിലാണെന്ന് ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയിലെ കറുത്തവർ ഉൾപ്പെടുന്ന നീഗ്രോയിഡ് വർഗത്തെ ലോകത്തിലെ അടിസ്ഥാന മനുഷ്യവർഗങ്ങളിലൊന്നായാണ് നരവംശ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. നീഗ്രോയിഡ് വർഗക്കാരുമായി വളരെയധികം സാമ്യമുണ്ട് കേരളത്തിലെ പല ഗോത്രവർഗക്കാർക്കും. കറുത്ത നിറം, പതിഞ്ഞ മൂക്ക്, തടിച്ച ചുണ്ട്, പിരിഞ്ഞ മുടി തുടങ്ങിയവയാണ് നീഗ്രോയിഡ് വർഗക്കാരുടെ ശാരീരിക സവിശേഷതകൾ. വയനാട്ടിലെ പണിയരുടെ കൈകാലികളുടെയും മറ്റും അളവുകൾ ആഫ്രിക്കൻ നീഗ്രോകളുടേതുമായി യോജിക്കുന്നുണ്ടെന്ന് പ്രശസ്ത നരവംശ ഗവേഷകനായ എഡ്ഗാർ തേസ്റ്റൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗോത്രവർഗക്കാരെ പൊതുവെ നീഗ്രോയിഡ്, ആസ്ട്രലോയിഡ് വംശങ്ങളിലായാണ് ഗവേഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീഗ്രോയിഡ് വംശജർ കേരളത്തിലെത്തിയതിനെക്കുറിച്ച് പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചരിത്രാതീത കാലത്ത് അറബിക്കടലിൽ വെച്ചുണ്ടായ ഏതെങ്കിലും കപ്പൽ അപകടത്തിന് ശേഷം കുറേ നീഗ്രോ വർഗക്കാർ കേരളക്കരയിൽ എത്തിപ്പെട്ടിരിക്കാം. അവരുടെ പിന്മുറക്കാരാകാം ഇന്ന് വയനാട്ടിലുള്ള പണിയർ. ഇതാണ് ഒരു വാദം. അറബിക്കടൽ ഒരു കാലത്ത് പശ്ചിമഘട്ടം മുതൽ ആഫ്രിക്ക വരെ പരന്നു കിടന്ന കരയായിരിക്കാമെന്നും ആ വൻകരയിൽ താമസിച്ചിരുന്നവർക്കെല്ലാം പൊതുവായി പല സാദൃശ്യങ്ങളും വന്നിരിക്കാം എന്നുമാണ് മറ്റൊരു വാദം. എന്നാൽ ഇവയെല്ലാം വെറും ഊഹങ്ങൾ മാത്രമാണ്. ശിലായുഗത്തിലേതെന്ന് കരുതപ്പെടുന്ന ഗുഹാചിത്രങ്ങൾ വയനാട്ടിലെ എടക്കലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ആദിവാസികൾ ഏറ്റവുമധികമുള്ള വയനാടിൻ്റെ ചരിത്ര പ്രാധാന്യമാണ് ഇത് തെളിയിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ഗോത്രവർഗക്കാരും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാകാമെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുമുണ്ട്. മലകളിലും താഴ്വരകളിലും കേന്ദ്രീകരിച്ച സമുദായങ്ങൾ പിൽക്കാലത്ത് നദീതടങ്ങളിലും തീരപ്രദേശത്തും താമസം ഉറപ്പിച്ചിരിക്കാമെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. നാടുവാഴികളുടെ ആശ്രിതരായി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തിയ ഗോത്രവർഗക്കാരും കേരളത്തിലുണ്ട്. ചവിട്ടി നടക്കുന്ന ഭൂമിയെ അമ്മയായി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ മക്കൾ. മണ്ണും മലയും ഇടിച്ചു നിരത്തി മണിമാളിക പണിയുന്ന ആധുനിക മനുഷ്യനെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാനാവില്ല. മണ്ണിൻ്റെ മക്കൾ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു കൂട്ടരെ നമ്മുടെ നാട്ടിലുള്ളൂ, ആദിവാസികൾ. അന്നും ഇന്നും ഒന്നും സ്വന്തമില്ലാത്ത ആൾക്കാരാണ് ആദിവാസികൾ. ആദിവാസി എന്ന പേര് പോലും പരിഷ്കൃത മനുഷ്യൻ അവർക്ക് സംഭാവന ചെയ്തതാണ്. ചുറ്റുമുള്ള പ്രകൃതിയെ നോവിക്കാതെ അന്നന്നത്തെ വിശപ്പ് മാറ്റാനുള്ള വക തേടി അവർ കാട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. കൃഷി കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അടിയർ, മനുഷ്യജാതിയിൽ ഏറ്റവും ഉയർന്നവരായി സ്വയം കരുതുന്ന കുറിച്യർ, പരസ്പരം തൊട്ടാൽ അയിത്തപ്പെട്ടവരായി കരുതിപ്പോന്ന കാടനും മലയനും, ഒരിക്കൽ ധരിച്ച വസ്ത്രം മാറ്റുകയോ നനയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത കൊറകർ, ഇവരൊക്കെ കേരളത്തിലെ ചില മനുഷ്യവർഗങ്ങളാണ്. കാട്, നാട് എന്നിങ്ങനെയുള്ള വേർതിരിവ് വരുന്നതിന് മുമ്പ് ഇവരായിരുന്നു ഇക്കണ്ട സ്ഥലങ്ങളുടെയൊക്കെ അവകാശികൾ. അന്ന് സമൃദ്ധമായിരുന്നു ഇവരുടെ ഊരുകൾ, സ്വയം തീർത്ത ലോകം, സ്വന്തം നിയമങ്ങൾ. കാലമേറെ കഴിഞ്ഞപ്പോൾ എങ്ങു നിന്നോ വന്ന മനുഷ്യർ ഇവരുടെ മണ്ണിൻ്റെ അവകാശികളായി. കൊടുങ്കാട്ടിൽ അമ്പും വില്ലുമായി നടക്കുന്നവർ, വിശപ്പകറ്റാൻ കാട്ടുകിഴങ്ങുകൾ തിന്നുന്നവർ, എത്ര വലിയ മരത്തിലും വലിഞ്ഞു കയറി തേനെടുക്കുന്നവർ. ആദിവാസികളെക്കുറിച്ച് നാട്ടുവാസികൾക്കുള്ളത് ഇത്തരം പ്രാകൃത ധാരണകളാണ്. ആധുനിക മനുഷ്യന് പരിചിതമല്ലാത്ത ആചാര രീതികൾ ഉള്ളതുകൊണ്ട് മാത്രം ആദിവാസികൾ അപരിഷ്കരരാകുന്നില്ല. പ്രകൃതിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കാത്ത, കള്ളവും ചതിയും ഉള്ളിലില്ലാത്ത നിഷ്കളങ്കരായ ജനവിഭാഗമായിരുന്നു നമ്മുടെ ആദിവാസികൾ. നാം കരുതുന്നത് പോലെ ആദിവാസികൾ എക്കാലവും കാടുകളിൽ മാത്രം ജീവിച്ചിരുന്നവരായിരുന്നില്ലെന്ന് ചില ചരിത്രകാരന്മാർ ഇപ്പോൾ പറയുന്നു. ഭൂമി മോഹിച്ചെത്തിയവരുടെ കടന്നുകയറ്റം കൊണ്ടാവാം അവർ കാടുകളിൽ അഭയം തേടിയത്. ഇന്നും കേരളത്തിലെ ആകെ ആദിവാസികളിൽ 23% മാത്രമേ വനങ്ങളിൽ കഴിയുന്നുള്ളൂ.
കേരളത്തിലെ ആഫ്രിക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, ഇങ്ങനെയും വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ, വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം ആദിവാസികളുള്ളത് വയനാട്ടിലാണ്. 2001 കണക്കനുസരിച്ച് അവിടെ 1,50,000 ആദിവാസികളാണ് ഉള്ളത്. വയനാട്ടിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 16% വരും ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിവാസികളുടേതായ ഒരു രാജവംശം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, വേട രാജവംശം. വയനാട് അടക്കി ഭരിച്ചിരുന്നത് ഇവരാണ്. ഒടുവിൽ സമീപ രാജവംശങ്ങൾ വേട രാജാവിനെ ചതിപ്രയോഗത്തിലൂടെ തോൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ 17-ാം നൂറ്റാണ്ട് മുതൽക്കേ വയനാട്ടിലേക്ക് കുടിയേറാൻ തുടങ്ങി. എങ്കിലും 1931 വരെ വയനാട്ടിൽ ആദിവാസികൾക്കായിരുന്നു ഭൂരിപക്ഷം. 1941 ആദിവാസികളും കുടിയേറ്റക്കാരും ഏതാണ്ട് തുല്യ നിലയിലായി. 1945 മുതൽ 1960 വരെയുള്ള കാലത്ത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. കുടിയേറ്റക്കാർ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മണ്ണില്ലാതായി. കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് 35ഓളം ആദിവാസി വിവാഹങ്ങളുണ്ട്. അവരുടെ പേരുകൾ കേട്ടാൽ നാം അത്ഭുതപ്പെടും. അടിയാൻ, അരാണ്ടൻ, ഇരവാലൻ, മലപ്പുലയൻ, ഇരുളൻ, കാണ്ടർ, കമ്മാരൻ, കാണിക്കാർ, കുട്ടുനായകർ, കൊച്ചുവേലൻ, കൊണ്ടകൻ, കൊണ്ടറഡ്ഡി, കൊറക, കൊറ്റ, കുറിച്ചിയർ, കുറുമർ, കുറുമ്പർ, മലശർ, മഹാമലശർ, മലയരയൻ, മലമ്പണ്ടാരം, മലവേടൻ, മലക്കുറവൻ, മലയൻ, മലപ്പറയൻ, മന്നാൻ, മുതുവൻ, പണിയർ, പതിയൻ, പല്ലയ്യൻ, ഉള്ളാടൻ, ഊരാളി, ഇങ്ങനെ പോകുന്നു അവ. ഈ പട്ടികയിൽ പെടാത്തവരടക്കം 45ഓളം ആദിവാസി വർഗ്ഗങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. ആദിവാസികളുടെ ഇന്നത്തെ അവസ്ഥ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം: കാടും നാടും നഷ്ടപ്പെട്ടവർ. ഒരു കാലത്ത് ആദിവാസിയുടെ നാടും വീടുമൊക്കെ കാട് തന്നെയായിരുന്നു. കാട്ടിനുള്ളിൽ അവർക്ക് കൂട്ടായി അവരുടെ ദൈവങ്ങളും പൂർവ്വ ആത്മാക്കളുമുണ്ട്. എന്നാൽ കാലം ചെല്ലുന്തോറും ജനിച്ചു വളർന്ന മണ്ണ് ആദിവാസിക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. ഗോത്രവർഗക്കാരോടുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇവിടെ നിയമമുണ്ട്. 1911 പഴയ തിരുവിതാംകൂർ ഗിരിജന ചട്ടപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾക്ക് സൗജന്യമായി കൃഷി ചെയ്യാനും വനവിഭവങ്ങൾ ശേഖരിക്കാനും അവകാശമുണ്ടായിരുന്നു. കൂടാതെ വനം വകുപ്പിൽ വേതനത്തോടു കൂടി ജോലി ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു ആദിവാസി മറ്റൊരു ആദിവാസിക്ക് മാത്രമേ സ്വന്തം ഭൂമി വിൽക്കാൻ പാടുള്ളൂ. പുറമേയുള്ളവർക്ക് ഭൂമി വിൽക്കാൻ ഗവർണറുടെയോ കളക്ടറുടെയോ അനുവാദം വേണം. കേരളപ്പിറവിക്ക് ശേഷം 1964 കേരള ഗിരിജന ചട്ടങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. പക്ഷേ പിന്നീട് ഈ ചട്ടങ്ങൾ അസാധുവായി പ്രഖ്യാപിച്ചു. 1961 കേരള വന നിയമത്തിലൂടെ കാടുകളുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പിന് ലഭിച്ചു. അതോടെ കാടിനുള്ളിൽ എവിടെയും ഇഷ്ടം പോലെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആദിവാസികൾക്ക് ഇല്ലാതായി. 1975 കേരള ഷെഡ്യൂൾ ട്രൈബ് ആക്ട് പ്രകാരം 1960 മുതൽ കുടിയേറ്റക്കാരും ഗോത്രവർഗക്കാരും തമ്മിലുള്ള ഭൂമി കൈമാറ്റം അസാധുവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ 1999 വന്ന കുടിയേറ്റ ഭൂസംരക്ഷണ നിയമം ഈ ആദിവാസി ഭൂ കൈമാറ്റങ്ങളെല്ലാം അംഗീകരിച്ചു. അതോടെ സ്വന്തം ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയെല്ലാം കയ്യേറിയവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ നൽകിയ പുതിയ ഭൂമികളിലേക്ക് ആദിവാസിക്ക് കുടിയേറേണ്ടി വന്നു. ഭൂമിയല്ല, ഭൂമിയെന്ന വാഗ്ദാനം മാത്രമേ പലപ്പോഴും അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. എല്ലാ ഗിരിവർഗക്കാരും നിർഭാഗ്യവാന്മാരാണ്. എന്നാൽ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലെ നിർഭാഗ്യവാന്മാരാണ് പണിയർ. കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ചരിത്രകാലം മുതൽ അവർ അടിമകളായിരുന്നു. കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ വയനാട്ടിലെ പണിയരെക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെ തുടങ്ങുന്നു: കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വർഗമാണ് പണിയർ. 1994 കണക്കനുസരിച്ച് വയനാട്ടിൽ 50,000-ഓളം പണിയരുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. പണി ചെയ്യുന്നവൻ എന്നാണ് പണിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വയനാട്ടിലും പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരങ്ങളിലുള്ള കാടുകളിലുമാണ് അവരുടെ താമസം. ജന്മിയുടെ വയലുകളിൽ കഠിനമായി പണിയെടുക്കുക എന്നത് മാത്രമായിരുന്നു കാലങ്ങളോളം പണിയരുടെ പണി. നിലം ഉഴുതു മറിക്കുന്നത് മുതൽ വിള കൊയ്യുന്നത് വരെയുള്ള ജോലിയെല്ലാം അവർ ചെയ്തു പോന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനവിഭാഗങ്ങളിലൊന്നാണ് പണിയർ.
പിൽക്കാലത്ത് കേരളത്തിൽ കുടിയേറിപ്പാർത്ത ശക്തരായ സമുദായങ്ങൾ അവരെ കീഴടക്കി കാടുകളിലേക്കും മലമുകളിലേക്കും ഓടിച്ചു വിടുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ചെയ്തതാകാം എന്നും ചരിത്രകാരന്മാർ പറയുന്നു. പണിയരുടെ കൃഷിസ്ഥലങ്ങൾ പിടിച്ചടക്കിയവർ അവിടെ ജീവിച്ചിരുന്ന പണിയരെയും അടിമകളാക്കി പിടിച്ചെടുത്തിരിക്കാം. കുറച്ചുകാലം മുമ്പ് വരെ മലമ്പ്രദേശങ്ങളിലെ ജന്മിമാർ കൃഷിഭൂമി വിൽക്കുമ്പോൾ അതിൽ പണിയെടുത്ത പണിയരെയും ഒപ്പം കൈമാറ്റം ചെയ്തിരുന്നു. വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള വള്ളിയൂർക്കാവിൽ ഏതാനും ദശകങ്ങൾ മുമ്പ് വരെ തുടർന്നു വന്ന ഒരു ഏർപ്പാടാണ് അടിമ കച്ചവടം. എല്ലാ വർഷവും മീനം 1-നാണ് 14 ദിവസം നീളുന്ന ഉത്സവം തുടങ്ങിയിരുന്നത്. ഇവിടെ എത്തുന്ന പണിയരെയും അടിയരെയും ചന്തയിൽ നിന്ന് കാളയെ വാങ്ങുന്നത് പോലെ തുച്ഛമായ അടിമപ്പണം നൽകി ജന്മിമാർ വിലയ്ക്ക് വാങ്ങും. അടുത്ത വർഷത്തെ ഉത്സവം തുടങ്ങുന്നത് വരെ അവർ ജന്മിയുടെ വയലിൽ അടിമപ്പണി ചെയ്യണം. ഇതായിരുന്നു കരാർ. വയനാട് കഴിഞ്ഞാൽ കേരളത്തിൽ ആദിവാസികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള സ്ഥലമാണ് അട്ടപ്പാടി. ആഫ്രിക്കയായ വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് അട്ടപ്പാടിയിലാണ്. ഒരു കാലത്ത് ഇവിടത്തെ ജനങ്ങളിൽ 80% ആദിവാസികളായിരുന്നു. എന്നാൽ വൈകാതെ അട്ടപ്പാടി കുടിയേറ്റക്കാരുടെ കേന്ദ്രമായി മാറി. മണ്ണിൻ്റെ മക്കളായ ആദിവാസികളുടെ എണ്ണം അട്ടപ്പാടിയിൽ കാര്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഈ വനപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 1200 മുതൽ 3000 അടി വരെ ഉയർന്നു കിടക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അട്ടപ്പാടി താഴ്വര മുഴുവൻ ആദിവാസികളുടെ സ്വന്തമായിരുന്നു. പിന്നീട് സർക്കാർ വനമേറ്റെടുത്തതോടെ അവർ കാടിറങ്ങി. കുറുമ്പർ, ഇരുളർ, മുടുകർ എന്നീ 3 വിഭാഗങ്ങളാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ. മുതുവൻ, മുടുവൻ എന്നീ പേരുകളിലും മുടുകർ അറിയപ്പെടുന്നു. അട്ടപ്പാടിയോട് ചേർന്ന് കിടക്കുന്ന നീലഗിരിയിലും ഈ 3 ആദിവാസി വർഗ്ഗക്കാരുണ്ട്. വയനാടിന് സംഭവിച്ചത് തന്നെയാണ് അട്ടപ്പാടിയിലും ആദിവാസികൾക്ക് സംഭവിച്ചത്. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.